എന്നാലും എന്റെ മോനെ എന്തൊരു കംബാക്ക് ആണല്ലേ. ഇതാണ് കംബാക്ക് എന്ന് പറയുന്നത്. 4 മാച്ച് കണ്ടിന്യൂസ് വിന്ന്. ആദ്യത്തെ മാച്ചൊക്കെ ഇങ്ങനെ തോറ്റ് ഏകദേശം ഒരു മഴ കാരണം ഒരു പോയിന്റ് ഒക്കെ കിട്ടി ഇങ്ങനെ സഹതപിച്ച് നിൽക്കുമ്പോഴാണ് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 മാച്ച് ജയിച്ചുകൊണ്ട് കിടിലൻ കംബാക്ക് നടത്തിയിരിക്കുന്നത് നമ്മുടെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇന്നലത്തെ മാച്ചിലും പൊളിയായിരുന്നു കേട്ടോ. അതായത് ആദ്യം ബോൾ ചെയ്ത് ഗംഭീരമായിട്ട് പിടിച്ചു 142 റൺ എന്നൊരു ചെറിയ ടോട്ടലിൽ DC ഒതുക്കി. അതിനുശേഷം ചേസിങ്ങിലാണെങ്കിൽ അങ്ങ് തന്നെ 14 ഓവർ, അതായത് 15 ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല, 14 ഓവർ കഴിയുമ്പോഴേക്കന്നെ കളി ജയിക്കുകയും ചെയ്തു. അതും 8 വിക്കറ്റിന്റെ ഗംഭീര വിജയം. ചെറിയ സ്കോറാണ്, ടോട്ടലാണ്, ഓക്കെ, എന്നാലും മെല്ലൊക്കെ കളിച്ച് ജയിപ്പിക്കാന്ന് വെച്ചാൽ അതൊന്നുമില്ല. അടിച്ച് കളി അങ്ങോട്ട് പെട്ടെന്ന് തീർത്ത്, പെട്ടെന്ന് ഇന്നലെ ഇടിമഴയൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് മഴയ്ക്ക് മുന്നേ തന്നെ കളി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ശരിക്കും. മഴക്ക് മുന്നേ വേഗം വീട്ടുപൊക്കം എന്നുള്ള രീതിയിൽ നമ്മളെ ഫിന്നലൻ, ശരിക്കും ഫിന്നലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫിന്നലൻ ഗോൺ ക്രേസി എന്ന് പറയാം. ആ ഒരു വേർഡാണ് എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ തോന്നുന്നത്. കാരണം 47 ബോളിൽ 100 റൺസ്, അതും ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ആളുടെ കയ്യിൽ തന്നെ. ലാസ്റ്റ് ഒരു 6 141 നിൽക്കുന്ന സമയത്ത് ആ ഒരു 6 അടിച്ചിട്ട് 10 6 ആട്ടോ ആളടിച്ചത്. 10 6ഉം 5 4ഉം. എന്താ അടിയല്ലേ, 200 മേലെ സ്ട്രൈക്ക് റേറ്റ്. അതും ഒരു ചേസിംഗിലാട്ടോ, ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടല്ല, ചേസിംഗ് സമയത്ത് ആ ഒരു അടി എന്ന് പറയുന്നത് കിടിലനായിരുന്നു. കിടിലൻ നോക്ക് എന്ന് പറയാം. നമുക്ക് ചില മാച്ചസിൽ ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ സഞ്ജു സാംസൺ, കാർത്തിക് ശർമ്മ കളിച്ച സമയത്ത് CSKയുടെ ജയം ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. സഞ്ജു സെഞ്ചുറി അടിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഇവൻ അപ്പുറത്ത് കാർത്തിക് ശർമ്മക്കും 50 അടിക്കാൻ പറ്റില്ല. രണ്ടുപേരും എവിടെ എത്താത്ത രീതിയിൽ പക്ഷെ കളി ജയിക്കുകയും ചെയ്തു. ആ ഒരു കളി ജയിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് KKRന്റെ ഫാൻസിന് നടന്ന കളി ജയിക്കുകയും ചെയ്തു. ഫിന്നലൻ ഡിസേർവ് ചെയ്തിട്ടുള്ള ഒരു 100 കിട്ടുകയും ചെയ്തു. ഒരേ സമയം പ്ലെയറും ടീമും ഹാപ്പി ആവുന്ന ഒരു മാച്ച് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ അവസാനത്തോട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തത് 50 കഴിഞ്ഞതിന് ശേഷം ആൾ അടിച്ച അടിക്കൊന്നും കണക്കില്ല കേട്ടോ, സിക്സസ്. എന്റെ അമ്മോ, അതും എടുത്ത അലക്കായിരുന്നു കുൽദീപ് യാദവിനും വിപ്രാജ് നിഗത്തിനും രണ്ടുപേർക്കും നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നല്ലേ. അതും കാമറൂൺ ഗ്രീൻ ആണെങ്കിൽ 2 6 അടിച്ചുള്ളൂ. പക്ഷെ ആള് നല്ല കട്ട സപ്പോർട്ട്. അതായത് എങ്ങനെയാണോ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കേണ്ടത്, ഒരാൾ ഇപ്പുറത്ത് അടിച്ച് കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും, പിന്നെ ആ ഒരു 25 കോടി അങ്ങനെ എന്തായിരുന്നില്ലേ ഇപ്രാവശ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായിരുന്നു. അപ്പം ആ കാമറൂൺ ഗ്രീൻ എന്തുകൊണ്ടാണ് വിലപിടിപ്പുള്ള താരം എന്നുള്ളത് ഇന്നലത്തെ മാച്ചിൽ കാണാനും പറ്റി. ആദ്യത്തെ കുറച്ച് മാച്ചിലൊന്നും ആ ഫോം ഉണ്ടായില്ലെങ്കിലും പിന്നീടുള്ള മാച്ചസിൽ ബോളിംഗിൽ അറ്റ്ലീസ്റ്റ് ഒരു വിക്കറ്റ് എപ്പോഴും എടുക്കാറുണ്ട്. ബാറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൺസ് അടിച്ചിട്ടും ആള്, അതായത് ആ ഒരു ടീമിന് വേണ്ടുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള റൺസ് ഒക്കെ അടിച്ചുകൊണ്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ഇന്നലത്തെ മാച്ചിലും എൻഡ് വരെ നോട്ട് ഔട്ട് ആയിട്ട് നിന്നിട്ട് ആ ഒരു നെറ്റ് റൺ റേറ്റ് കൂട്ടാൻ ഗ്രീനും സഹായിച്ചു എന്ന് വേണം പറയാൻ. ഗംഭീര പ്ലേ. ശരിക്കും തന്നെ DC ബോളേഴ്സിൽ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ അടി വാങ്ങിട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ കുൽദീപ് യാദവ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വേണ്ടിയാണ്. പക്ഷെ ഇമ്പാക്ട് ശരിക്കും കൊടുത്തത് KKRനാണെന്ന് വേണം പറയാൻ. 3 ഓവർ ചെയ്തപ്പോൾ തന്നെ 41 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിപ്രാജ് നിഗവും 2 ഓവറിൽ 34 റൺസ്. 2 ഓവറിൽ വെറും 7 റൺസ് കൊടുത്ത ഇംഗ്ലീനെ പിന്നെ എന്താ ബോൾ ചെയ്യിപ്പിക്കാഞ്ഞെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബോൾ ചെയ്തത്. എന്നാലും ആൾക്ക് പിന്നെ ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു. കുറച്ച് റൺസൊക്കെ ഒന്ന് പോകുന്ന സമയത്തെ ബോളേഴ്സിനൊന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി.